ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പ്രതിഷേധം. നൃത്ത ഇനങ്ങളിലെ മത്സരങ്ങൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. വിധികർത്താക്കൾ കോഴ വാങ്ങി വിജയികളെ പ്രഖ്യാപിക്കുന്നെന്നും ആരോപണം. വിധികർത്താക്കളെ സ്വാധീനിക്കുന്ന വാട്സ്ആപ്പ് ചാറ്റും ശബ്ദ സംഭാഷണവും പുറത്ത്. മോണോ ആക്ട് മത്സരത്തിൽ സ്ത്രീകൾക്കെതിരായ വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ടെന്ന് ജഡ്ജസ് പറഞ്ഞെന്നും ആരോപണം. മോണാക്ട് ആണെങ്കിൽ ഞങ്ങളുടെ HS-ന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ അങ്ങനത്തെ രീതിയിലുള്ള സംഭവം ഒന്നും മോണാക്ടിലേക്ക് കൊണ്ടുവരരുത്, എല്ലാവരും ഇത് തന്നെ കൊണ്ടുവരുന്നത്. അങ്ങനത്തെ സംഭവം മോണാക്ടിലേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മളാണെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് ചെയ്യാൻ വേണ്ടി ഒരു സാധനം അവരുടെ ഉള്ളിലേക്ക് ഇത് കയറ്റി കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ തുടങ്ങിയത്. അപ്പം ഞങ്ങൾ മിക്കതും തന്നെ ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള കുറെ ടോപ്പിക്കുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ വിഷയം പറ്റത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് മെന്റലി ഒരുപാട് ഇങ്ങനെ ഡൗൺ ആയി പോയി. കാരണം എന്റെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ അത് തന്നെയായിരുന്നു. അപ്പം ഇതിന് കളിച്ചിട്ടുണ്ട് എന്താവും എന്റെ സദൈവ കോൺഫിഡൻസും പോയി. പിന്നെ രാത്രിയായി ഞങ്ങളുടെ 10:30 ആ സമയമൊക്കെ ആയിരുന്നു ഈ ഇത് വന്നത്. അപ്പൊ തന്നെ തലവേദന എടുത്ത് ഒരുമാതിരി ഇതായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോഴേക്ക് ഈ ടോപ്പിക്കിന്റെ ഈ കാര്യം കൂടെ ഇത് കളിക്കരുത്, ഇവിടെ കൊണ്ടുവരരുത് അങ്ങനെയൊക്കെ പറയുമ്പോഴേക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു തയ്യാറെടുത്ത് വന്ന കൊച്ചിനാണെങ്കിൽ എന്തായാലും ഒരു കോൺഫിഡന്റ് കുറയും. പിന്നെ ആ ഫസ്റ്റ് കിട്ടിയ കൊച്ചാണെങ്കിൽ അവരെ കൊച്ചിനടുത്ത് പറഞ്ഞ എന്തായാലും ആ കൊച്ചിന് ഫസ്റ്റ് വേണം, അതിന് ഫസ്റ്റ് കിട്ടിയേ വരുത്തുള്ളൂ എന്ന് പറഞ്ഞു. അതിന്റെ പക്ഷേ വലിയ ഇതൊന്നും ഇല്ലാത്തൊരു ഇതായിരുന്നു. ചുമ്മാ കാണുന്നവർക്ക് മനസ്സിലാകും ഫസ്റ്റ് കിട്ടേണ്ട ഏതാണ് അങ്ങനെയൊക്കെ. എനിക്കിപ്പം സമ്മാനം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എന്നെക്കാൾ നന്നായിട്ട് കളിച്ച വേറെയും പിള്ളേരുണ്ടായിരുന്നു. അവരുടെ ഒരു ഇതാണ് ഇങ്ങനെ ഉള്ള ഒരു രീതിയും കൊണ്ട് ഇവരുടെ ഒരു ഇടപെടലും കൊണ്ട് പോകുന്നത്. ശരിക്കും ഫസ്റ്റ് കിട്ടുന്ന ഒരാളുടെ അവസരമാണ് അവിടെ പോകുന്നത്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. എന്താണ് കാരണം? ഈ റവന്യൂ ജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ട് 4 ദിവസങ്ങളിലായാണ് റവന്യൂ ജില്ലാ കലോത്സവം നടക്കുന്നത്. ഈ കലോത്സവം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇത്തരത്തിൽ കോഴ വിവാദവും അതുപോലെ തന്നെ ഈ സംഘാടനത്തിനെതിരായ ആരോപണങ്ങളും എല്ലാം തന്നെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രധാനമായും ഇന്ന് ഉയർന്നു വന്ന ഒരു ആരോപണം എന്നുള്ളത് ഈ നൃത്ത ഇനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഈ നൃത്ത ഇനങ്ങളിലെ വിധികർത്താക്കൾക്കെതിരെയാണ് ആരോപണം ഉയർന്നത്. അതായത് ഇടുക്കി ജില്ലയിലെ തന്നെ പ്രമുഖനായ ഒരു നൃത്താധ്യാപകൻ ഈ വിധികർത്താക്കളെ സ്വാധീനിച്ചുകൊണ്ട് ആ അധ്യാപകന്റെ വിദ്യാർത്ഥികളെ ഈ നൃത്ത ഇനങ്ങളിൽ, അതായത് ഭരതനാട്യം, കുച്ചിപ്പുടി ഉൾപ്പെടെയുള്ള നൃത്ത ഇനങ്ങളിൽ 1ാം സ്ഥാനത്ത് എത്തിക്കാനുള്ള ശ്രമം നടത്തിയെന്നായിരുന്നു ആരോപണം ഉയർന്നിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ, വാട്സ്ആപ്പ് ചാറ്റുമായി ബന്ധപ്പെട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ, അതുപോലെ തന്നെ ശബ്ദ സന്ദേശം, ഇതെല്ലാം തന്നെ ഉൾപ്പെടുത്തി ആദ്യം തന്നെ മറ്റ് നൃത്ത അധ്യാപകർ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേ തുടർന്ന് ഈ സ്റ്റേജ് 1 കഞ്ഞിക്കുഴി SN ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റേജ് 1 നടക്കേണ്ടിയിരുന്ന നൃത്ത ഇനങ്ങളെല്ലാം തന്നെ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെ നടന്ന ഭരതനാട്യം, കുച്ചിപ്പുടി മത്സരങ്ങളിലാണ് ഈ അർഹതയില്ലാത്തവരെ നിന്നുള്ള ആരോപണം ഉണ്ടായത്. കൂടാതെ തിരുവാതിര, നാടോടി നൃത്തം, സംഘനൃത്തം തുടങ്ങിയ മത്സരങ്ങളിലും മുൻധാരണ പ്രകാരം വിജയികളെ പ്രഖ്യാപിക്കാനുള്ള ഒരു നീക്കം ഉണ്ടായി എന്നും ആരോപണം ഉയർന്നു. അതിന്റെ പ്രധാനപ്പെട്ട തെളിവുകളും അവർ പുറത്തുവിടുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇപ്പോൾ ഈ നൃത്താധ്യാപകൻ അവിടെ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ വിധികർത്താക്കളെ മാറ്റി പുതിയ വിധികർത്താക്കളെ കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യം അവർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. പ്രധാനമായും ഈ നൃത്താധ്യാപകരും രക്ഷിതാക്കളും മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അതേസമയം ഈ ഇനങ്ങൾ മാറ്റിയതുകൊണ്ട്, നൃത്ത ഇനങ്ങൾ മാറ്റിയത് കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വളരെയധികം പൈസ മുടക്കിയാണ് ഇവർ ഈ ഒരു നൃത്തം ഇന്ന് പ്രസന്റ് ചെയ്യുന്നതിനായി ഇന്ന് സ്കൂളിൽ എത്തിയിരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ എത്തിയിരുന്നത്. പക്ഷേ ഈ മത്സരങ്ങൾ മാറ്റിവെച്ചത് കൊണ്ട് ഭീമമായ നഷ്ടം ഈ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. അതേസമയം ഈ വിവാദത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ വിധികർത്താക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതിന് പിന്നാലെ മറ്റ് പരിശോധനകൾ അല്ലെങ്കിൽ അന്വേഷണം നടത്തുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് നിലവിൽ ഇപ്പോൾ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ വിവാദം കടുക്കാൻ തന്നെയാണ് സാധ്യത. ശരി, സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.